കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് 262 കോടി രൂപയുടെ രാസലഹരി പിടികൂടിയ വാർത്ത പുറത്തു വന്നു. 328 കിലോ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. മാരകമായ രാസലഹരിയാണ് പിടിച്ചെടുത്തതെന്ന് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് ചില അറസ്റ്റുകൾ നടന്നതായും പറയപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോ ഡൽഹി പോലീസോ പുറത്തുവിട്ടിട്ടില്ല. ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെമ്പാടും പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ അതിവിശദമായ പരിശോധന നടന്നു വരികയാണ്. ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകളും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകളും അതുപോലെ തന്നെ NIA-യും ED-യും ഒക്കെ വളരെ അലർട്ടാണ്. അതീവ ജാഗ്രതയോടെ അവർ ലഭിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് അത് വിശകലനം ചെയ്ത് പരിശോധനകളും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ 262 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്താൽ രാസലഹരി പിടിച്ചെടുത്ത ഏജൻസികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അനുമോദിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് മയക്കുമരുന്ന് മുക്ത ഭാരതം. അതുകൊണ്ട് അതിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാൻ നമുക്ക് കഴിയുന്നു. അതിന് ഈ അന്വേഷണ ഏജൻസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ഇത് വാർത്ത. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 100 കോടി രൂപയുടെ മയക്കുമരുന്നാണ് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തത്. മണിപ്പൂർ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പോലീസ് ഒത്തുചേർന്ന് വളരെ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തി വരവേ ആണ് ഈ 100 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചത്. 12ലധികം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം. ഈ സംഭവങ്ങൾക്ക് ഡൽഹിയിലെ ഇപ്പോഴത്തെ ഈ അറസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ റെയ്ഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇന്ത്യയിലെമ്പാടും വലിയ തോതിൽ മയക്കുമരുന്ന് എത്തിക്കാനും വിൽക്കാനും ചെറുപ്പക്കാരെ കൊണ്ടത് ഉപയോഗിക്കാനും ഒക്കെയുള്ള ശ്രമം നടന്നു വരികയാണ്. പ്രധാനമായിട്ടും നേപ്പാൾ വഴിയാണ് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതെന്ന് കരുതപ്പെടുന്നു. ജമ്മു കാശ്മീർ അതിർത്തിയിലും മറ്റുമൊക്കെ ഇപ്പോൾ നിരീക്ഷണം വളരെ ജാഗ്രതയോടെ തുടരുന്നതിനാൽ അതുവഴിയുള്ള മയക്കുമരുന്ന് കടത്ത് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നേപ്പാൾ ബോർഡർ യാതൊരു സുരക്ഷയുമില്ലാതെ തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. വളരെ പണ്ട് മുതലേ നേപ്പാളുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞിരുന്നത് കൊണ്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി വേലികൾ നിർമ്മിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്തിന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഒരാളിന് പാസ്പോർട്ട് പോലും ആവശ്യമില്ല ഇവിടുന്ന് നേപ്പാളിൽ പോകാനും. അത് ഇന്ന് നമുക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് മംഗോളിയൻ മാഫിയ വലിയ രീതിയിൽ മയക്കുമരുന്ന് ലഹരി, രാസലഹരി ഒക്കെ കച്ചവടം ചെയ്യുകയാണ്. അവിടെ വലിയ തോതിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചെടികൾ കൃഷി ചെയ്യുന്നു. അതിൽ നിന്ന് വേർതിരിച്ച് അതിൻ്റെ വിളവെടുത്ത് അതിൽ നിന്ന് വേർതിരിച്ച് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ നിർമ്മിക്കുന്ന സംവിധാനവും ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മംഗോളിയൻ മാഫിയ ആണ് മണിപ്പൂരിലടക്കം ഈ വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ചരട് വലിച്ചത്. ഒപ്പം ചില സുവിശേഷ ഗ്രൂപ്പുകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരാഴ്ചക്കിടെ 100 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും 12ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസിന് അഭിവാദ്യമർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഡൽഹിയിൽ റെയ്ഡ് നടക്കുകയും ഒപ്പം ഈ 262 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അതിനും കൃത്യമായൊരു മറുപടി ഡൽഹി പോലീസോ NIA-യോ അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോ ഒന്നും നൽകുന്നില്ല. അന്വേഷണം
പാതി വഴിയിലാണ്, ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കാൻ, നമ്മുടെ യുവത്വത്തെ വഴിതെറ്റിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ചൈനയിൽ പോലും ഇത്രയും യുവജനങ്ങളില്ല. ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ളത്, ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ആ ഊർജത്തെ, ചെറുപ്പക്കാരുടെ ആ ഊർജത്തെ, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയുക്തമാകുന്ന ആ മഹാശക്തിയെ നശിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമങ്ങൾ പലതും നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന. മയക്കുമരുന്ന് മാഫിയകൾ ഇന്ത്യക്കുള്ളിൽ തഴച്ചു വളരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. 2014 ശേഷം പലതിൻ്റെയും വേരറുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, നമ്മുടെ ഈ കൊച്ചു കേരളം ഒക്കെ അതിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല. ഇപ്പോഴും അവരുടെ നീരാളി പിടുത്തത്തിലാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ പെടുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്ന് മുക്ത രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയാൻ, അവകാശപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഭാരതത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊർജിതമായ ശ്രമം നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും, പഞ്ചാബിൽ നിന്നും, അതുപോലെ കേരളത്തിലുമൊക്കെ ഇതിൻ്റെ വെല്ലുവിളി സമാനതകളില്ലാത്തതാണ്. നമുക്കത് വലിയ ആശങ്കയുണ്ടാക്കുന്നു, ഭയം ജനിപ്പിക്കുന്നു എന്നുള്ളതും മറക്കാൻ പാടില്ല. ഇത്രകാലവും നമ്മൾ കേട്ടിരുന്ന പഴയ ചില മയക്കുമരുന്ന് കൃഷിയൊക്കെ ചെയ്ത് ചില ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന മയക്കുമരുന്നുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് അതിമാരകമായ രാസലഹരി, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാസലഹരി ഇന്ന് വ്യാപകമാണ്. 15ഉം 16ഉം വയസ്സുള്ള കൗമാരപ്രായത്തിൽ നിൽക്കുന്ന കുട്ടികളെ തുടങ്ങി ചെറുപ്പക്കാരെ വരെ വഴിതെറ്റിക്കാൻ കഴിയുന്ന, ഏതാണ്ട് ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെ വരെ വഴിതെറ്റിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സിന്തറ്റിക് ഡ്രഗ് മാഫിയ ഇന്ത്യക്കുള്ളിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അതിശക്തമായി വല വിരിച്ച് ഇവരെ പിടികൂടാൻ കൊടിയ പരിശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കർണാടകയിലെ ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ഡൽഹിയിലും മുംബൈയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ റെയ്ഡുകൾ നടക്കുകയും ഇവരുടെ വലക്കണ്ണികൾ മുറിച്ച് കളയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ ഭീകരൻ നമ്മുടെ രാജ്യം വിട്ടു പോയിട്ടില്ല. ഇതിപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ അവിടെ ഇവിടെയായിട്ട് ഒറ്റതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അവർക്ക് അതിനുള്ള ചില സഹായങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഡൽഹി പോലീസിനും NCBക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ കഴിയില്ല. വലിയ മാരകമായ സിന്തറ്റിക് ഡ്രഗാണ്, രാസലഹരിയാണ്. 328 കിലോ രാസലഹരി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അല്ല, കോടിക്കണക്കിന് ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 262 കോടി രൂപയുടെ കാർട്ടലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആ മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക്, ഈ നവംബർ മാസത്തിൽ മാത്രം നടന്ന റെയ്ഡുകളും അറസ്റ്റുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. ഒക്ടോബറിലും അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്ടോബർ 27-നും അതിനു മുമ്പും നടന്ന റെയ്ഡുകളിൽ നിരവധി ആൾക്കാർ പിടിയിലായി. പക്ഷേ ഇതെന്തുകൊണ്ടോ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായില്ല. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നു. മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് ആശ്വസിക്കാം, ഒരു മാരകമായ വിപത്ത് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക്. അതുകൊണ്ട് തന്നെ നന്ദിപൂർവ്വം അവർക്ക് രാജ്യം അഭിവാദ്യം അർപ്പിക്കുകയാണ്.